പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. ഞാൻ വിഷ്ണു. അപ്പോൾ ഇന്നത്തെ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത ആ ബുള്ളറ്റ് എൻജിൻ റീസ്റ്റോർ ചെയ്യുന്നതിൻ്റെ സെക്കൻഡ് പാർട്ടാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള പോർഷൻ സെറ്റ് ചെയ്ത് എൻജിൻ ചേസിൽ കയറ്റി സ്റ്റാർട്ട് ചെയ്യുന്നൊരു പ്രോസസ്സാണ് ഇന്ന് കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പം ഇതിനകത്ത് നമ്മൾ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫുള്ളായിട്ട് നമ്മൾ ഒരു എൻജിൻ സെറ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഓൾഡ് മോഡൽ വണ്ടി ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇത് വീഡിയോ കണ്ടാൽ എന്തായാലും നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ആകും. ഇനി അതല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ എൻ്റെ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ എൻജിൻ നമ്മൾ നേരെ നമ്മുടെ വണ്ടിയിലോട്ട് കയറ്റുവാണ്. അപ്പോൾ ഇത് നമ്മുടെ പുതിയ റോക്രാമാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ചെറിയൊരു പരിപാടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്നുള്ളത് വണ്ടി സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കാണിച്ചില്ല. അപ്പോൾ അണ്ണാ അതിൻ്റെ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആണ് ഇപ്പം നമ്മളിപ്പോൾ ചെയ്തേ ഈ ഒരു സംഭവം ചിലപ്പോൾ കാണുന്നവർക്ക് ചിലപ്പോൾ ഡൗട്ട് വരും. കാരണം നമ്മളിത് ബലക്കുറവ് കാണത്തില്ല, അല്ലെങ്കിൽ ഇത് എന്തിനാണ് ഇത് കട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഗ്രൂ ഉണ്ടാക്കുന്നത് എന്തിനാണ്, അങ്ങനെയൊക്കെ ചില ഡൗട്ടുകൾ വരുമല്ലോ. ഇതാണ് നമ്മളിപ്പോൾ പാത്തി വെട്ടിയേക്കുന്ന സാധനം. ഓക്കെ. അപ്പം ഇതിൻ്റെ ടെമ്പർ ഹാർഡ് മെറ്റീരിയൽ ആണെന്ന് പറഞ്ഞത്, അങ്ങനെ ഒടിഞ്ഞു പോകും അങ്ങനെ ചെയ്തില്ല. അഥവാ നമുക്കിത് സാധാരണ ഒടിയാനുള്ള ചാൻസ് വരുന്നത് വാൽവ് ഓവർ ടൈറ്റ് വരുമ്പോഴാണ്. ഓക്കെ. വാൽവ് ഇപ്പോൾ ഓവറായിട്ട് ഏതെങ്കിലും ഇടയിൽ കയറി ജാം ആകുമ്പോൾ മാത്രമേ അഥവാ ഇത് ഒടിയത്തുള്ളൂ.
പക്ഷേ ഇത് അങ്ങനെ അല്ലാതെ ഇതുവരെ ഓടിഞ്ഞിട്ടില്ല. ഗൈഡ് കംപ്ലൈന്റ് ആയി വരുന്ന വണ്ടികൾക്ക് മാത്രമേ വാൽവ്, നമ്മളിപ്പോൾ ഇതുപോലെ പാത്തി വെട്ടിയാൽ ഗുണം വരുന്നത് ഗൈഡ് ഒരു കാരണവശാലും ഗൈഡിന് തേയ്മാനം വരത്തില്ല. ഇത് കറക്റ്റ് നേരെ വാൽവിലോട്ട് തന്നെ ഈ ഓയിൽ വരും. അല്ലാതെ ഓയിൽ വരുന്നതെന്ന് പറയുമ്പോൾ അപ്പോൾ ഇതിനകത്താണ് ഈ സാധനം കയറി നിൽക്കുന്നത്. അപ്പോൾ നിന്ന് കഴിയുമ്പോഴത്തേക്ക് ഇതിലേക്കൂടെ ഓയിൽ കൊടുക്കും. ഓയിൽ കൊടുക്കുമ്പോൾ നേരെ ഈ വെട്ടിനകത്താണ് ഓയിൽ വന്ന് നടക്കുന്നത്. ഈ വെട്ടിനകത്തുനിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകി വരുന്നതേ ഉള്ളൂ. ഈ ഇവിടെ ഒരു വെട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ, ഒഴുകി വരുമ്പോൾ ഈ ഓയിൽ ഇത് ഈ പാത്തിക്കകത്തുനിന്ന് നേരെ ഈ പാത്തി കൂടെ നേരെ താഴോട്ട് വരുന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ റേസ് ചെയ്യുമ്പം, വണ്ടി റേസ് ചെയ്യുമ്പം ഇതിലെ കൂടെ സാറിന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ രണ്ട് സൈഡിൽ കൂടെ, ഇതിൻ്റെ രണ്ട് സൈഡിൽ കൂടെ, ക്യാമിൻ്റെ രണ്ട് സൈഡിൽ കൂടെ ഓയിൽ ഇങ്ങനെ താഴോട്ട് വീഴത്തേ ഉള്ളൂ. പക്ഷെ നമ്മളിപ്പോൾ ചെയ്തതെന്ന് പറയുമ്പോഴത്തേക്ക് സാധാരണ റേസ് ചെയ്യുമ്പോൾ തെറിക്കാറുണ്ട് ഇതിലെ കൂടെ. തെറിച്ചാലും കറക്റ്റ് വാൽവിന്റെ മേളിലോട്ട് ഓയിൽ വരത്തില്ല. ഇല്ല, കപ്പ വന്ന് തെറിച്ചിട്ട് കപ്പയിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് വീഴും. സാധാരണ റേസിങ് നല്ല ഓയിൽ പമ്പുള്ള വണ്ടിയാണെങ്കിൽ. ഇത് നമ്മൾ ചെയ്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഗൈഡിൽ കിട്ടും. ഹെഡിന്റെ സെന്ററിൽ ഇവിടെ വരും ഓയിൽ. കണ്ടിതേ വരും, ഇവിടെ വരും ഓയിൽ, കണ്ടോ. മറ്റേതെന്ന് പറയുമ്പോഴത്തേക്ക് ഈ രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് അങ്ങ് വീഴത്തേ ഉള്ളൂ. ഇവിടുന്ന് രണ്ടെണ്ണം, അതായത് ഇത് ഇങ്ങനെ വരുമ്പോഴേ ഇതിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ താഴോട്ട് അങ്ങ് പോകത്തേ ഉള്ളൂ. ഇവിടെ വരത്തില്ല. ഇവിടെ വരുമ്പോൾ ഗൈഡേലും കിട്ടും ഓയിൽ. മനസ്സിലായി? അപ്പൊ ഗൈഡിന് കംപ്ലൈന്റ് വരാതെ കിടന്നു, ഹെഡിന് കംപ്ലൈന്റ് വരാതെ കിടന്നു. നല്ല കൂളിംഗ് ആയിരിക്കും. അതെ, അത് ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ ഈ വിന്റേജ് വണ്ടിയില്ലേ, ഈ വണ്ടിയിൽ നമ്മുടെ പഴയ മോഡൽ വണ്ടിയിൽ നമ്മുടെ 3 ലിറ്റർ ഓയിലല്ലേ വരുന്നത്. 3 ലിറ്റർ ഓയില് പിന്നെ 1 മിനിറ്റിൽ പമ്പിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത് 3.5 ലിറ്റർ ഓയിലാണ് പമ്പിങ്. മേലോട്ട് പോയി നമ്മുടെ പമ്പ, അതിലത്തെ പമ്പ പഴയ മോഡൽ പമ്പ. നമ്മുടെ ഇപ്പൊ എല്ലാ വിന്റേജ് 2010 വരെ ഇറക്കിക്കുന്ന പമ്പെല്ലാം സെയിം പമ്പ. അതിനകത്ത് വരുന്നത് 3 ലിറ്ററിന് 3.5 ലിറ്റർ ഓയിലാണ് പമ്പിങ് വരുന്നത്. നമ്മുടെ വണ്ടിയിൽ കിടന്ന വാൽവ് ഈ ടൈപ്പാണ്. ഇത് കുറച്ച് ഉള്ളിലോട്ട് കയറി കിടക്കുന്നതുകൊണ്ട് കാണാൻ അത് കഴിഞ്ഞൊരു കപ്പ് വരും. ഒരു കപ്പോടെ വരുന്നുണ്ട്. പക്ഷെ നമ്മളത് മാറ്റിയിട്ട് നമ്മൾ 2005 മുതൽ 2009 വരെയുള്ള വണ്ടിയുടെ വാൽവ് കയറി, അത് കുറച്ച് ഹൈറ്റ് കൂടിയ ടൈപ്പ്. അപ്പം അതിന്റെ നമുക്ക് ഓപ്പണിംഗ് കൂടുതൽ നമുക്ക് പെട്രോൾ എടുത്ത് അകത്തോട്ട് വലിക്കുന്നതും എസ്ഒസിയിൽ നിന്ന് തള്ളുന്നതും കൂടെ ഓപ്പണിംഗ് കൂടുതലായി കുറച്ച് കൂടുതൽ കിട്ടും അല്ലേ. നമ്മൾ പുഷാഡിന്റെ സെറ്റ് ചെയ്തോണ്ടിരിക്കല്ലേ പൊള്ളിക്കും. പുഷാഡ് ഇപ്പോൾ ഓൾറെഡി കഴിഞ്ഞു. പൊള്ളിച്ചു പോകും, പൊള്ളിക്കുകയല്ല, സെറ്റ് ചെയ്തിട്ട് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ ഓയിൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓയിൽ സാധാരണ ഇവിടുന്ന് രണ്ടിടത്തൊന്നും താഴോട്ട് വീഴത്തത് പാത്തി കൂടെ ഒഴുകി പോകുന്ന കേട്ടോ. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുവഴി ഓയിൽ ഒഴുകി ഇങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടിയാണ് നമ്മൾ ഈ പാത്തി ഉണ്ടാക്കിയത്. ഇത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരാവുന്ന പ്രതീക്ഷയോടെ ദിസ് ഈസ് വിഷ്ണു സൈനിങ് ഓഫ്.